ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, സുഖമാണല്ലോ അല്ലേ? കർത്താവ് ഇന്ന് ഞാൻ രാവിലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. മറ്റ് കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുന്നതിന് മുൻപ് തന്നെ കേട്ടോ. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ രാവിലെ വിശുദ്ധ കുർബാനയിൽ പോകുന്നവരാണ്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാണ്, സംബന്ധിക്കുന്നവരാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മിക്കവരും രാവിലെ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷവും ഒരു സമാധാനവും അല്ലേ, ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയാണല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? പനിയൊക്കെ പിടിക്കാതെ നോക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും തന്നെ പറ്റുന്നിടത്തോളമൊക്കെ നോക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പ്രേയിങ് എന്ന് പറഞ്ഞെങ്കിലും മറുപടി അയക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സാക്ഷ്യങ്ങളൊക്കെ വായിക്കുകയും ഒക്കെ എടുത്ത് ഏത് സമയത്ത് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുന്നില്ല, അറിയുന്നില്ല എന്ന് വിചാരിച്ചേക്കരുത് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ചില വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. പ്രാർത്ഥിക്കുന്നു എന്തായാലും. എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ തന്നെയല്ല പ്രാർത്ഥിക്കും, നമ്മുടെ എല്ലാവരുടെയും കൂടെ പ്രാർത്ഥന ഒരു കൃപയായി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്ക 8:13, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 13 അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വേര് വരുന്നുണ്ടോ അല്ലെങ്കിൽ വേര് വന്നോ എന്ന് നോക്കണം എന്നാണ്. സാധാരണ നമുക്കൊരു ചെടിക്കാണെങ്കിൽ വേര് വന്ന് നോക്കാൻ നിർവാഹമില്ല. വേര് വന്ന് ഊരി പറിച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കാര്യം പണി തീരും അല്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. പിന്നെ നമ്മുടെ വിതക്കാരന്റെ ഉപമയെക്കുറിച്ചുള്ള വചനമാണ്. പാറയിൽ വീണ വിത്തിനെ കുറിച്ചാണ്. അതിനെങ്ങനെയാണ് ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എന്നിട്ട് പറയാ എങ്കിലും അവർക്ക് വേരുകളില്ല. എന്നിട്ട് പറയാണ് കുറെ നാളത്തേക്ക് അവർ വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകും. അപ്പം മുൾച്ചെടികൾക്കിടെ വീണ വിത്ത്, വഴിയരികൾ വീണ വിത്ത്, പാറമേൽ വീണത് അല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ നല്ല നിലത്ത് വീണത്, അതിനെക്കുറിച്ചാണ്. അതിനകത്ത് ഓരോ വിത്തിന്റെ പ്രത്യേകത അല്ല, വിത്ത് വീണ നിലത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിന്റെ പ്രത്യേകത വെച്ച് പറയുന്നിടത്ത് പറയുകയാണ് പാറയിൽ വീണതിന്റെ പ്രത്യേകത എന്നറിയോ? വചനം കേൾക്കുമ്പോൾ സന്തോഷം സ്വീകരിക്കുന്നവരാ. നല്ല മനുഷ്യരാണ് അല്ലേ? വചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എന്നാ ടോക്കായിരുന്നു അല്ലേ, ഭയങ്കര അഭിഷേകമായി കേട്ടോ. എന്തായാലും എനിക്കൊന്നും എന്തായാലും ജീവിക്കണേ എന്നൊക്കെ നല്ല ആഗ്രഹമുള്ളവരാണ്, തീരുമാനമുള്ളവരാണ്, പരിശ്രമമുള്ളവരാണ്, നമ്മളെ പോലെ തന്നെയാണ്. അപ്പൊ കറക്റ്റാവും. എന്നിട്ട് പറയാണ് ഇനി അടുത്ത പ്രശ്നം, എങ്കിലും അവർക്ക് വേരുകളില്ല എന്നുള്ളതാണ്. കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, പ്രലോഭനങ്ങളുടെ സമയത്ത് വീണു പോകുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഒരു മരത്തിന്റെ വേരെങ്ങനെ ഉറയ്ക്കുന്നത്? മരം ഇങ്ങനെ പറഞ്ഞ സമയത്ത് നല്ല കൊടുങ്കാറ്റും കാറ്റുപിടുത്തൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മരത്തിന് മനസ്സിലാകുകയാണ് ഇത് ഞാൻ പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ല, ഒന്നുകൂടെ കാറ്റ് വീശി വീഴാൻ സാധ്യതയുണ്ട്. അപ്പം മരം എന്ത് ചെയ്തു? കുറച്ചുകൂടി ആഴത്തിലേക്ക് വേരുകൾ ഇറക്കുകയാണ്. അപ്പൊ കാറ്റ് പിടുത്തം കൂടും തോറും മരം ആഴത്തിലേക്ക് വേരുകൾ ഇങ്ങനെ ആഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നോക്കേണ്ടത് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വചനം കേട്ടാൽ പോരാ, വേര് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതങ്ങ് ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ള. ഇപ്പൊ ചില ചെടി കുഴിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കമ്പ് കുഴിച്ചു വെച്ചാൽ അതിന് വേര് മുളയ്ക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ജീവിക്കുകയല്ല, കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് മറ്റു പല ടോക്കുകളും ഞാൻ ആവർത്തിച്ചതുപോലെ ഏത് വചനം കേട്ടാലും അത് വേര് വന്നു എന്ന് നോക്കണം എന്നുള്ളതാണ്. പ്രകൃതിയോടൊക്കെ ഇണങ്ങി ചേരുന്നുള്ളതുകൊണ്ടാണ് ഈ കാക്കയുടെ സൗണ്ടൊക്കെ. ഡോണ്ട് വറി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുങ്ങൾ വചനം കേൾക്കട്ടെ എന്ന് കുറച്ചൊക്കെ പ്രാണിച്ചൊക്കെ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അതായത് വചനം വേര് വരിക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക, പരിശീലിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഏത് വചനം കേട്ടാലും ഈ വചനത്തിന് എത്ര കാലം ആയുസുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരു ചെടി കാണുമ്പോൾ ഇത് എത്ര കാലം ആയുസുണ്ട്, അല്ലെങ്കിൽ ഓരോന്ന് കാണുമ്പോൾ എത്ര കാലം ആയുസുണ്ടെന്ന് പറയാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിന് എത്ര ആയുസുണ്ടെന്ന് പറയാൻ പറ്റും. ഏത് വചനം കേട്ടാലും ആ വചനത്തിന് വേര് മുളപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, പ്രലോഭനങ്ങളുടെ സമയത്ത് വീണു പോവുകയല്ല. കാറ്റിന്റെ സമയത്ത് മരം വീണു പോകുന്ന പോലെ പ്രലോഭനങ്ങളുടെ സമയത്ത് നമ്മൾ വീണു പോവുകയല്ല. കാരണം എന്താ? അത് വേറെ ഉറപ്പിച്ച് ആ വചനം നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്.
നമ്മൾ ഈ വചനത്തിന് വേണ്ടിയിട്ട് അങ്ങ് നഖശികാന്ത അതൊരു എന്താ പറയുന്നത് കാർക്ക് വചനം കീപ്പ് ചെയ്തിട്ട് വേറെ ഏർപ്പാടില്ല എന്ന് പറയുന്ന പോലെ വചനത്തെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങളതിന് ഒരുപാട് പേര് രാവിലെ എഴുന്നേറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച സാക്ഷിയൊക്കെ വായിച്ചു പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക അല്ലെ. പ്രാക്ടീസ് ചെയ്തു, ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല, രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് പോവുക, ശരിയല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഓരോ വചനം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ ഭയങ്കര രസമായിരിക്കും ലൈഫ് അല്ലേ. സൽപ്രവർത്തി ചെയ്യണം, എല്ലാ ദിവസവും നന്മ പ്രവൃത്തി ചെയ്യാതെ ഉറങ്ങിയാല ഒരു പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും സൽപ്രവർത്തി ഹാബിറ്റ് ആക്കിക്കുക, ഭയങ്കര രസമാണ് ജീവിതം. പക്ഷെ അനുഗ്രഹിക്കട്ടെ കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്നായി സ്തുതിക്കാം കുഞ്ഞുങ്ങളെ, നന്നായി സ്തുതിച്ചോ, ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാം. ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ കർത്താവെ. ഈ നല്ല ദിവസത്തിൽ കർത്താവെ അവിടുത്തെ കൂട്ടായ്മയിൽ, കർത്താവെ എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വചനം ജീവിക്കാൻ, കർത്താവ് വചനം വായിക്കാൻ, പഠിക്കാൻ, കർത്താവ് അത് ജീവിക്കാൻ, പരിശീലിക്കാൻ, കൂട്ടിക്കാൻ ഒക്കെയുള്ള വലിയ കൃപ ഇവരുടെ മേൽ വന്ന് നിറയട്ടെ കർത്താവ്. നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരികളും പൈശാചികളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടി പായിക്കുന്നു. കർത്താവ് ദൈവമേ, ഇവരുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ ഫോണിലൂടെ, വാട്സപ്പിലൂടെ, മെയിലിലൂടെ, നേരിട്ട് അല്ലാതെ സെന്ററുകളിലൊക്കെ വന്ന് പേടിയും കുറവിലങ്ങാട്, അതേപോലെ അഭിഷേക് സ്റ്റേഷന്റെ വാഴക്കുൾ ആശ്രമം എല്ലാം വന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവര്, റുഹാമോണ്ടി പോയി പ്രാർത്ഥിച്ചിട്ടുള്ളവര് എല്ലാവരുടെ നിയമങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് ദൈവം അത്ഭുതകരമായ ദൈവശക്തി ഇവർ ഓരോരുത്തരുമേൽ വന്ന് നിറയട്ടെ. ഇവരുടെ നിയമങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുകയാണ്. പൈശാചിക തടസ്സങ്ങൾ വിട്ടുപോട്ടെ, യേശു നാമത്തിൽ ബന്ധിക്കുക, നിത്യാന്തി നിബന്ധിക്ക് പറട്ടെ. ശക്തമായ അഭിഷേകം നിറയട്ടെ, ശക്തമായ കൃപ ലഭിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.